വളരെ വിശാലമായ ഒരു സ്റ്റുഡിയോ ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നോടൊപ്പമുള്ളതൊരു ക്യാമറാമാൻ മാത്രമാണ്. അതും ഏതാണ്ട് 15 അടി അകലത്തിൽ. ബാക്കി സാങ്കേതിക വിദഗ്ധരെല്ലാം അവരുടെ ജോലികൾ പൂർത്തിയാക്കി സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് പോയി. ഇന്നിപ്പോൾ നമ്മോട് ചേരുന്ന വൈദികൻ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നാണ് ചേരുന്നത്. ഞാനിരിക്കുന്നത് ചാലക്കുടി സ്റ്റുഡിയോയിലാണ്. ഇതൊരു ജാഗ്രതയാണ്, കൊറോണ കാലത്തിൻ്റെ ഒരു ജാഗ്രത. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കൊറോണ എന്ന മരണം നമുക്ക് തൊട്ട് മുന്നിൽ വാവിളർന്ന് നിൽക്കുന്നുണ്ട്. ഇത് ലോകം മുഴുവനുമുള്ള ആളുകൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി വീണ്ടും ആ ജാഗ്രത മറന്നു പോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് വരാപ്പുഴ അതിരൂപതയിലെ മുട്ടിനകം അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി ചർച്ച് ഇടവക അംഗവും കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ റെക്സ് ജോസഫ് അറക്കപ്പറമ്പിലാണ്. റെക്സ് അച്ഛാ, എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. അച്ഛനെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുപ്പിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കയാക്കിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിപ്പേരുള്ള കേരള കത്തോലിക്ക സഭയിലെ ഏക വൈദികനാണ് അങ്ങ്. എന്തുകൊണ്ടാണ് ഈ വിളിപ്പേര് വരാൻ കാരണം? കയാക്കിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നൊരു ടൈറ്റിൽ എനിക്ക് കിട്ടുന്നത് ഏതാണ്ട് 3 വർഷക്കാലം ഈ കയാക്കിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ്. സാധാരണ രീതിയിൽ ആളുകൾ കയാക്കിംഗ് ഫീൽഡിലേക്ക് വരുന്നത് 1-2 തവണ ഒരു വിനോദത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു വിനോദയാത്രയുടെ ഭാഗമായിട്ടൊക്കെ തുഴയാനായിട്ടൊക്കെയാണ് കയാക്കിങ്ങിൽ വരാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുള്ളത് കൊണ്ട് അതൊരു ജീവിതശൈലിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കയാക്കിംഗ് ഒരു ജീവിതശൈലിയായിട്ട് കൊണ്ടു നടക്കുന്ന വൈദികരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ അങ്ങനൊരു വൈദികനില്ല എന്ന ആളുകളുടെ തിരിച്ചറിവാണ് അവരെന്നെ കയാക്കിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിക്കാൻ കാരണം. മേജറായിട്ടുള്ള കയാക്കിംഗ് ഇവൻറ്റുകളിലെല്ലാം സജീവമായിട്ട് ഞാൻ പങ്കെടുക്കുമ്പോൾ അവരെന്നെ കാണുന്നുണ്ടല്ലോ. ഒരച്ഛൻ ഈ ഇൻ്റർനാഷണൽ നാഷണൽ തലങ്ങളിലുള്ള കയാക്കിംഗ് ഇവൻറ്റുകളിലെല്ലാം ഒരച്ഛൻ പങ്കെടുക്കുന്നത് അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അവരെ വലിയ കൗതുകത്തോടു കൂടെ അതിനെ നോക്കിക്കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. വേറെ ഒരിടത്തും ഒരു വൈദികൻ ഇത്തരത്തിലുള്ള കയാക്കിംഗ് ഇവൻറ്റുകളിൽ പങ്കെടുക്കുന്നത് കാണുന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ ഒരു ടൈറ്റിൽ എനിക്ക് അവർ തന്നു. അതാണ് ഈ കയാക്കിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിനോദ സാഹസിക തുഴച്ചിൽ കായിക ഇനമാണ് കയാക്കിംഗ്. എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളും നമുക്കിടയിലുണ്ട്. എന്താണ് ഇത് നൽകുന്ന ഒരു അനുഭവം? കയാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വള്ളം തുഴഞ്ഞു പോകുന്നതിനേക്കാളും ഒരല്പം കൂടെ പുഴയോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു തുഴച്ചിൽ അനുഭവമാണ്. നമുക്കറിയാം, ഫൈബർ പോലെയുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു തോണി പോലെയുള്ള ഒരു ജലയാത്ര സഹായിയാണ് കയാക്ക്. കയാക്കുകൾ തന്നെ പല വിഭാഗത്തിലുള്ളതുണ്ട്. സിറ്റ് ഓൺ ടോപ്പ് കയാക്കുണ്ട്. അത് നമ്മൾ ആ കയാക്കിൻ്റെ മുകളിൽ കാലുകൾ വെളിയിൽ കാണുന്ന രീതിയിലിരിക്കുന്ന ടൈപ്പ് കയാക്കാണ്. തുടക്കക്കാരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കയാക്കാണത്. പിന്നീട് നമ്മൾ കയാക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ടൈപ്പിലുള്ള കയാക്കുണ്ട്. അതിനെ സിറ്റ് ഇൻ കയാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പുഴയിലൂടെ പോകുന്ന കയാക്കിനെ നമ്മൾ ഫ്ലാറ്റ് വാട്ടർ കയാക്ക് എന്ന് പറയും. വെള്ളച്ചാട്ടത്തോടൊപ്പം ചാടുന്ന രീതിയിലുള്ള അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള കയാക്കിനെ വൈറ്റ് വാട്ടർ കയാക്ക് എന്ന് പറയും. കാരണം വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ നിറം വെള്ളയാണല്ലോ, അതുകൊണ്ട് അതിനെ വൈറ്റ് വാട്ടർ കയാക്ക് എന്നാണ് പറയുന്നത്. വെള്ളച്ചാട്ടത്തോടൊപ്പം അത്ലറ്റുകൾ കയാക്കിലിരുന്നുകൊണ്ട് ചാടുന്നത് നിങ്ങൾ ടി വിയിലും മറ്റും കണ്ടിട്ടുണ്ടാവും. അതിനെ വൈറ്റ് വാട്ടർ കയാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. കടലിൽ പോകാൻ ഉപയോഗിക്കുന്ന കയാക്കിനെ സീ കയാക്ക് എന്നാണ് വിളിക്കുന്നത്. അത് കുറേ കൂടെ ഷാർപ്പായിരിക്കും. അതിൻ്റെ മുൻവശം തിരമാലകളെയൊക്കെ ഛേദിച്ച് മുൻപോട്ട് പോകാനായിട്ട് അത് സഹായിക്കും. അല്പം കൂടെ നീളം കൂടുതലുണ്ടാവും. അപ്പോൾ കടലിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിനും വേഗത്തിൽ യാത്ര ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ അതിൻ്റെ ഷേപ്പ് കുറേ കൂടെ വണ്ണം കുറഞ്ഞിട്ട് നീളം കൂടിയ ടൈപ്പായിരിക്കും. കടലിൽ പോകുന്ന കയാക്കും അതുപോലെ തന്നെ വൈറ്റ് വാട്ടർ കയാക്കും ഉപയോഗിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഇതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് ഒരു സ്പ്രേ സ്കേർട്ട് അല്ലെങ്കിൽ സ്പെഡക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഉപകരണം കൂടെ ഉപയോഗിക്കും. അതിങ്ങനെ കയാക്ക് ചെയ്യുന്ന ആളുടെ അരയിൽ നിന്നും ഈ കയാക്കിലേക്ക് വലിച്ചു കെട്ടുന്ന രീതിയിലുള്ളൊരു നിയോപ്രിൻ എന്ന് പറയുന്നൊരു മെറ്റീരിയലിൻ്റെ ഒരു ക്ലോത്തിങ് ആണത്.
അത് ഉപയോഗിക്കുന്നവർക്ക് ഈ കയാക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള കയാക്കുകളുണ്ട്. പിന്നെ 2 തരം കയാക്കുകൾ വിഭാഗങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഇൻഫ്ലാറ്റബിൾ കയാക്കും റിജിഡ് കയാക്കുമാണ്. അതായത് നമുക്ക് കാറ്റ് നിറച്ച് ഉപയോഗിക്കാവുന്ന കയാക്കിനെ ഇൻഫ്ലാറ്റബിൾ കയാക്കെന്നും, നമ്മൾ സാധാരണ രീതിയിൽ കാണാറുള്ള കൊണ്ടു നടക്കുന്ന നമുക്ക് മടക്കി വെക്കാനൊന്നും പറ്റാത്ത രീതിയിൽ വള്ളം പോലെ തന്നെ കൊണ്ടു നടക്കേണ്ട രീതിയിലുള്ളൊരു കയാക്കിനെ അതിനെ റിജിഡ് കയാക്ക് എന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാവരും റിജിഡ് കയാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഇൻഫ്ലാറ്റബിൾ കയാക്കാണ്. ഇറ്റിവിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ X500 എന്ന് പറഞ്ഞ കയാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രകൃതി സ്നേഹം വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം ഉപകരിക്കുന്ന ഒരു വിനോദവും ഒരു സാഹസികതയുമാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കയാക്കിലിരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ നന്നായിട്ട് പുഴയെ അറിയാനും മത്സ്യത്തൊഴിലാളികളെ അടുത്തറിയാനും പുഴയുമായിട്ടും കടലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ അടുത്തറിയാനും ഒക്കെ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒളിമ്പിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൂടിയാണ് കയാക്കിങ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കയാക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. താങ്ക് യു. ഈ പ്രകൃതിയോട് ഇത്രയ്ക്ക് സ്നേഹവും അടുപ്പവും ഒക്കെ അച്ഛനുണ്ടായത് എങ്ങനെയാണ്? കയാക്കിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? പ്രകൃതിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രകൃതിയോട് മാത്രമുള്ളൊരു സ്നേഹമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും ഇനി ഈ ഭൂമിയിലേക്ക് കടന്നു വരാനിരിക്കുന്ന പല തലമുറകളോടുമുള്ള സ്നേഹമായിട്ടാണ് അതിനെ കാണേണ്ടത്. പ്രകൃതിയായിട്ട് മാത്രം സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രകൃതി സംരക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആ പ്രകൃതി സ്നേഹം വളരെ നല്ലതാണ്. അപ്പോൾ മാലിന്യങ്ങൾ പുഴയിൽ അടിയുന്നു, അത് പിന്നീട് കടലിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പുഴയും കടലുമൊക്കെ മാലിന്യത്താൽ നിറയുന്നു. അത് ഭൂമിയിലെ ജീവനെ അപകടത്തിലാക്കും എന്ന തിരിച്ചറിവാണ് എന്നെ ഒരു പ്രകൃതി സ്നേഹി ആക്കിയത്. അത്തരത്തിലുള്ളൊരു പ്രകൃതി സ്നേഹത്തിലേക്ക് കുറെ കൂടെ ആഴപ്പെടാനായിട്ട് എന്നെ സഹായിച്ചു എന്ന് എനിക്ക് ഉത്തമമായിട്ട് ബോധ്യമുള്ളൊരു മേഖല കയാക്കിങ് തന്നെയാണ്. കാരണം കയാക്കിലിരുന്നു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഈ മനുഷ്യർ മുഴുവനും വലിച്ചെറിയുന്ന വൃത്തികേടുകൾ മുഴുവനും പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് നേരിട്ട് കാണുന്നത്. നമ്മൾ പത്രത്തിലൂടെ കണ്ടാലും മറ്റു മാഗസിൻസിലൂടെ കണ്ടാലും നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ കയാക്ക് തുഴഞ്ഞു പോകുന്ന സമയത്ത് ഈ പറയുന്ന മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു വലിയ ഡിസിഷനാണ്. ഒരു മിഠായി കടലാസ് പോലും പറമ്പിൽ വലിച്ചെറിയില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനടങ്ങുന്ന ഒരു വലിയ സമൂഹമുണ്ട്, ഇൻ്റർനാഷണലി കയാക്കിങ് ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഒരാൾ പോലും ഒരു മിഠായി കടലാസ് പോലും പറമ്പിലോ പുഴയിലോ കടലിലോ വലിച്ചെറിയുന്ന ആളല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെയാണ് ഒരു കയാക്കർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ കയാക്കിങ്ങും പ്രകൃതിയും ഒക്കെയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഇനിയും ചോദിച്ചറിയാനുണ്ട്. അതിനു മുമ്പ് അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അതുപോലെ എന്താണ് പുരോഹിതനാകുവാനുണ്ടായ ഒരു പ്രചോദനം? ഞാൻ നേരത്തെ ആന്റണി ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മുട്ടിനകം അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി ഇടവക അംഗമാണ്. എൻ്റെ അപ്പച്ചൻ്റെ പേര് എക്സ് സെബാസ്റ്റ്യൻ, അറക്കപ്പറമ്പിൽ വീട്. അമ്മയുടെ പേര് റോസി. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ നിമ, 2 കുഞ്ഞുങ്ങൾ ബ്രയൻ ആൻഡ് നിയ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബമാണ്. എൻ്റെ ദൈവവിളിയിൽ ഒരുപാട് ശക്തമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബം തന്നെയാണ്. ഒരു വൈദികനാകാനായിട്ട് ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ ആ ആഗ്രഹം എനിക്ക് അങ്ങനെ ഒരു ദൈവവിളി ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ ഞാനതെൻ്റെ വീട്ടുകാരോട് പറയുകയും ആദ്യം കുറച്ച് എന്നെ പിരിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് എതിർപ്പ് പറഞ്ഞെങ്കിലും പിന്നീട് എൻ്റെ ഇഷ്ടത്തിന് അവർ കൂട്ടുനിന്നു. എന്നെ സെമിനാരിയിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് അവർ തയ്യാറായി. ഞാനൊരു വൈദികനായി കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിച്ചു. എനിക്ക് വേണ്ടി ഒരു ദിവസം പോലും മുടങ്ങാതെ ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാന അർപ്പിച്ചും എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഏകദേശം 10-13.5 വർഷത്തോളം സെമിനാരി പഠനത്തിന് ശേഷം 2013 ഏപ്രിൽ 4 തീയതി
കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ഇതാണ് എൻ്റെ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. അങ്ങൊരു മികച്ച സൗണ്ട് എഞ്ചിനീയർ കൂടിയാണെന്നുള്ളതാണ് അറിവ്. കേരളത്തിലിപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ദേവാലയങ്ങൾക്കും നിർമ്മാണം കഴിഞ്ഞ ദേവാലയങ്ങളുടെയും ഒക്കെ ശബ്ദ ക്രമീകരണങ്ങൾക്കുള്ള വലിയ സഹായം നേതൃത്വം അങ്ങ് ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം. നമ്മുടെ വൈദികരിൽ അധികം പേരും കടന്നു വരാത്ത ഒരു മേഖല കൂടിയാണിത്. എങ്ങനെയാണ് ഒരു സൗണ്ട് എഞ്ചിനീയർ ആകാനുള്ള പ്രചോദനം ഉണ്ടായത്? സൗണ്ട് എഞ്ചിനീയർ ആകാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയാം. അതായത് ഞാൻ പല ദേവാലയങ്ങളിൽ, ഏകദേശം 5 ദേവാലയങ്ങളിൽ കൊച്ചച്ഛനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ 5 ദേവാലയങ്ങളിൽ കൊച്ചച്ഛനായിട്ട് ഇരുന്നപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ കൺഫ്രണ്ട് ചെയ്ത് അഭിമുഖീകരിച്ച ഒരേ ഒരു പ്രശ്നം ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, പള്ളിയിലെ സൗണ്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെമിനാറിലായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ശബ്ദ ക്രമീകരണ മേഖലയിൽ ഒരു ചെറിയ താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു. പല നാടകങ്ങൾക്കും ശബ്ദ സംവിധാനം ചെയ്തിട്ടുണ്ട്. സെമിനാരിയിൽ വെച്ച് തന്നെ സുഹൃത്തുക്കളുടെ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ആ നാടകത്തിൽ പ്ലേ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഒരു ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ടുള്ളൊരു മ്യൂസിക് ഫീൽഡായിട്ടൊരു ബന്ധമുണ്ട്, അത്യാവശ്യം പാടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 5 ദേവാലയങ്ങളിൽ കൊച്ചനായിട്ടിരുന്ന സമയത്തുണ്ടായ ഈ ശബ്ദ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ ആഗ്രഹം മെത്രാപ്പൊലീത്തയെ അറിയിച്ചു. എനിക്കിങ്ങനെ ശബ്ദ പ്രശ്നങ്ങൾ ദേവാലയത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ കൊള്ളാം ഉണ്ടെന്ന് ഞാൻ എൻ്റെ മെത്രാപ്പൊലീത്തയെ അറിയിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ അദ്ദേഹം എന്നെ തൃശ്ശൂർ CMI ദേവമാതാ പ്രോവിൻസിൻ്റെ കീഴിലുള്ള ചേതന സൗണ്ട് സ്റ്റുഡിയോസിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായിട്ട് ഏകദേശം 1.5 വർഷക്കാലത്തേക്ക് എന്നെ അവിടെ താമസിച്ച് പഠിക്കുവാനായിട്ട് പിതാവ് അനുവദിച്ചു. ബഹുമാനപ്പെട്ട പോൾ പൂത്തിങ്കളച്ചൻ്റെ ഡയറക്ടർഷിപ്പുള്ള ചേതന സൗണ്ട് സ്റ്റുഡിയോസിൽ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് സാധിച്ചു. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും എൻ്റെ സഹപാഠികളും എന്നെ ഒരുപാട് സഹായിച്ചു. ഇപ്പോഴും ഞാനതിൽ മുൻപോട്ട് പോകുവാനായിട്ട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധിക്കുന്ന പോലെ പല ദേവാലയങ്ങളിലും പോയി അവിടുത്തെ ശബ്ദ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പോൾ 2 ദേവാലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം സൗണ്ട് എഞ്ചിനീയറിംഗിൽ അല്പം കൂടെ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് എന്ന് പറയുന്നൊരു കോഴ്സ്, NCVTയുടെ ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് എന്ന് പറയുന്ന കോഴ്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തെപ്പറ്റി സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള കാരണം ആരാധനാ ക്രമത്തിന് ചേർന്ന രീതിയിൽ വേണം നമ്മുടെ ദേവാലയത്തിൽ ശബ്ദം ക്രമീകരിക്കുവാൻ എന്നുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പല തിരുനാൾ ആഘോഷങ്ങൾക്കും ഞായറാഴ്ച കുർബാനകൾക്കുമൊക്കെ നിരവധി വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദക്രമീകരണങ്ങളില്ലാതെ നമ്മുടെ ഗായക സംഘം ഒക്കെ വിശുദ്ധ ബലിയർപ്പണത്തിലും മറ്റും പങ്കെടുക്കുമ്പോൾ അതിൽ ചില അരോചകമായ അവസ്ഥ ഉണ്ടാകുന്നത് അച്ഛന് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ദേവാലയങ്ങളിലല്ല എങ്കിലും ചില ദേവാലയങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള അരോചകമായിട്ടുള്ള രീതിയിലുള്ള ശബ്ദക്രമീകരണം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആരാധനക്രമം എന്താണെന്നും ആരാധനക്രമത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന സന്ദേശം എന്താണ് എന്നും അറിയാത്തവർ ആ കൊയറിന് വളരെയധികം കുർബാനയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ശബ്ദവും വാദ്യോപകരണങ്ങളുടെ അതിപ്രസരവും ഒക്കെ കൂട്ടിക്കലർത്തി ആരാധനക്രമം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ച് പഠിക്കണമെന്നും അത് ഗായക സംഘത്തെ പഠിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ദേവാലയത്തിൽ ശബ്ദക്രമീകരണങ്ങൾ നടത്തുന്നത് ആരാണോ ആ വ്യക്തികളെ പഠിപ്പിച്ചു കൊടുക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ അത് ആധികാരികത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ 1.5 വർഷക്കാലം മാറ്റിവെക്കാനായിട്ട് തയ്യാറായത്. ഒരു പുരോഹിതനായ അങ്ങ് കയാക്കിംഗ് പോലൊരു കായിക വിനോദത്തിൽ വിദഗ്ധനായി മാറുമ്പോൾ അതിലൂടെ സമൂഹത്തിന് നൽകുന്ന ഒരു സുവിശേഷം എന്താണ്? തീർച്ചയായിട്ടും ഈ കയാക്കിങ്ങിലൂടെ ഞാൻ എൻ്റെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 തലങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കയാക്ക് ചെയ്യുന്ന പ്രകൃതി സ്നേഹികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ, അവർ ക്രൈസ്തവർ മാത്രമല്ല പല മതസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഇടയിൽ പല കൺഫ്യൂഷൻസും ഉണ്ട്. മതത്തെക്കുറിച്ചും മതപരമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയെ നോക്കിക്കാണുന്ന കാര്യത്തിലും
സമൂഹത്തോട് ഉള്ള പ്രതിബദ്ധതയെക്കുറിച്ചാണെങ്കിലും അവർക്കെല്ലാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ഈ കൺഫ്യൂഷൻസ് എല്ലാം തീർക്കാനായിട്ട്, അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം ചോദിക്കാനായിട്ട് ഒരു പുരോഹിതനെ തൊട്ടടുത്ത് കിട്ടുന്നത് ഇതാദ്യമാണ് എന്ന രീതിയിൽ അവർ പറയാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വൈദികൻ എന്ന നിലയിലാണ് അവരെന്നെ കാണുന്നത്. ആ കയാക്ക് ചെയ്യുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ കാണുമ്പോൾ അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന, പ്രകൃതി സ്നേഹിയായിട്ടുള്ള, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, പുഴയിൽ നിന്നും കടലിൽ നിന്നും എല്ലാം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പോലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ അവരുടെ പല സംശയങ്ങളും അവർക്ക് എന്നോട് ചോദിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു സുവിശേഷ വേല ചെയ്യാനായിട്ട് മറ്റു വൈദികരെ അവർ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അവരുടെ ഇടയിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, സഭയ്ക്ക് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ശാക്രിക ലേഖനം പോലും എഴുതിയ ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹം പ്രകൃതി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആമസോൺ കാടുകളിൽ തീപിടുത്തമുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് സമൂഹത്തോട് സംസാരിച്ചതെല്ലാം നമ്മൾ കേട്ടതാണ്. ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളോട് സംസാരിക്കുക മാത്രമല്ല, അവരുടെ ഇടയിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ്ഡ് ആകുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കയാക്കിങ് ചെയ്യുന്ന ഒരു പുരോഹിതന് ആ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള തലങ്ങളിലേക്ക് പോലും അവരുടെ കൂടെ ഇറങ്ങിച്ചെല്ലാനും അവർക്കൊക്കെ മാതൃകയാകാനും ഇനി വരും തലമുറയ്ക്ക് അത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ നൽകാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു സുവിശേഷ വേലയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജീവന് അപകടകരമായിട്ടുള്ള പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവ ഒഴിവാക്കാനായിട്ട് ഒരു വൈദികൻ ഇറങ്ങി ചെല്ലുമ്പോൾ ആ വൈദികൻ്റെ കൂടെ ഇറങ്ങി വരാനായിട്ട് ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിന്ന് പോകാതെ കൃത്യമായിട്ട് ആ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അച്ഛൻ്റെ മറ്റൊരു വാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് 50% ഓക്സിജൻ നൽകുന്നത് മരങ്ങളല്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന് പിന്നിലത്തെ ഒരു യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ മെഡ്ലിംഗ് മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, 50%-ലധികം ഓക്സിജൻ ഭൂമിയിലുള്ള മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്ക് നൽകുന്നത് മരങ്ങളല്ല. മരങ്ങളെക്കാളും ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കൃത്യമൊരു കണക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇങ്ങനെയാണ്: 50 മുതൽ 80% വരെയും നമ്മളുടെ പ്രകൃതിയിലുള്ള ഓക്സിജൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കടലാണ്. എങ്ങനെയാണ് കടൽ ഈ പറയുന്ന 50 മുതൽ 80% വരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, കടലിലുള്ള പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് സൂക്ഷ്മ ജീവികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ പൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സസ്യവിഭാഗത്തിൽപ്പെട്ട പ്ലാങ്ക്ടനാണ് അത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികൾക്ക് സസ്യവിഭാഗവുമുണ്ട്, മൃഗവിഭാഗവുമുണ്ട്. മൃഗവിഭാഗത്തിനെ സൂപ്ലാങ്ക്ടൺ എന്നും സസ്യവിഭാഗത്തെ പൈറ്റോ പ്ലാങ്ക്ടൺ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓഷ്യാനിക് പൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. അതുപോലെ കടലിലുള്ള ചെറിയ ചെറിയ പൂപ്പലുകൾ ഒക്കെയാണ് ഫോട്ടോസിന്തസിസ് വഴി ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ 50% മുതൽ 80% വരെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ടോളറൻസ് പറയുന്നത്. 50 മുതൽ 80 വരെ ശതമാനം ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത് കടലിൽ നിന്നാണ്. കരയേക്കാളും കൂടുതൽ കടലാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും കടലിനേക്കാളും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കരയ്ക്ക് സാധ്യമല്ല. അത്രേ ഉള്ളൂ. അച്ഛാ, കയാക്കിങ്ങിൽ കേരളത്തിൽ അറിയപ്പെടുന്ന റിവർ പാഡിൽ ഏതെല്ലാമാണ്? കയാക്കിംഗ് എന്ന് പറയുന്ന ഇവൻറ്റ് വളരെ ശക്തമായിട്ട് കേരളത്തിൽ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 ഈവൻറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ജാനുവരി മാസം ആദ്യ വീക്കെൻഡിൽ തന്നെ നടക്കുന്ന മുസിരീസ് പാഡിലാണ്. രണ്ടാമത്തത് സെപ്റ്റംബർ സെക്കൻഡ് ലാസ്റ്റ് വീക്കെൻഡിൽ നടക്കുന്ന ചാലിയാർ റിവർ പാഡിലാണ്. മുസിരീസ് പാഡിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ മുതൽ എറണാകുളം മറൈൻ ഡ്രൈവ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കയാക്കിംഗ് ഈവൻ്റാണ്. 2 ദിവസം എടുത്തുകൊണ്ട് 40 കിലോമീറ്ററോളം കയാക്ക് തുഴഞ്ഞു പോകുന്ന ഈവൻ്റാണ്. അതുപോലെ തന്നെ ഒരു മേജർ ഈവൻ്റാണ് മലപ്പുറം
നിലമ്പൂർ മുതൽ കോഴിക്കോട് ബേപ്പൂര് വരെ നീണ്ടു നിൽക്കുന്ന 68 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കയാക്കിംഗ് ഇവൻറ്റ്. അപ്പോൾ ഈ ചാലിയാർ റിവർ പാഡിൽ ഞാൻ ഒരു തവണ പങ്കെടുത്തിട്ടുള്ളത് 2019 68 കിലോമീറ്റർ പുഴയിലൂടെ തുഴഞ്ഞു പോകുമ്പോൾ പുഴ എന്താണെന്നും പുഴയെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാകും. 100 കണക്കിന് അത്ലറ്റുകളാണ് അല്ലെങ്കിൽ കയാക്കേഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ കയാക്കിങ്ങിൽ എത്രത്തോളം അപകട സാധ്യതയുണ്ട്? അച്ഛൻ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കയാക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്, അപകട സാധ്യതകളുണ്ട്. പക്ഷേ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളത് അശ്രദ്ധ മൂലം മാത്രമാണ്. കയാക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സേഫ്റ്റിക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലും സ്വന്തം കാര്യത്തിലും ഒരുപോലെ സേഫ്റ്റിയുടെ കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. ഞങ്ങളെ ട്രെയിൻ ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, കയാക്കിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, മറ്റുള്ളവരും ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്രയാണെങ്കിലും ഒരു കുപ്പി വെള്ളമെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ തല കവർ ചെയ്തിരിക്കണം, ക്യാപ്പ് ഉണ്ടായിരിക്കണം. അത് തണുപ്പത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഒക്കെ നമ്മൾ തല കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം, എക്സോസ്റ്റഡ് ആവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ കയാക്കിങ്ങിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെയും നമ്മുടെ കൂടെ പോകുന്നവരുടെയും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കയാക്കിങ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇതുവരെ ആർക്കും പറയത്തക്ക രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നോ കാഷ്വാലിറ്റി സോ ഫാർ. അതുപോലെ വാട്ടർ സ്കൂബ ഡൈവിങ്ങിൽ സർട്ടിഫിക്കേഷനുള്ള ഏഷ്യയിലെ ഒരേ ഒരു വൈദികൻ അങ്ങാണെന്നാണ് അറിവ്. വളരെ ചുരുക്കി ഒരു വാക്ക്. തീർച്ചയായിട്ടും എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം പല അച്ഛന്മാരും ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി സ്കൂബ ഡൈവിങ്ങിന് തയ്യാറാവാത്തത്. വിദേശത്തും സ്വദേശത്തുമുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. അവരുടെ അറിവിൽ അച്ഛന്മാർ സർട്ടിഫിക്കേഷന് വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്നെ വിളിക്കുന്നതും ഏഷ്യയിലെ സ്ക്യൂബ ഡൈവിംഗ് പ്രീസ്റ്റ് എന്ന് തന്നെയാണ്. കയാക്കിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് പോലെ സ്ക്യൂബ ഡൈവിംഗ് പ്രീസ്റ്റ് ഓഫ് ഏഷ്യ എന്നും അവർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് വ്യക്തിപരമായിട്ട് സർട്ടിഫിക്കേഷന് വേണ്ടി പോകണം എന്ന് തീരുമാനിക്കാൻ പല കാരണങ്ങളിൽ ഒരു കാരണം, പ്രകൃതി സംരക്ഷിക്കപ്പെടണം. മനുഷ്യർക്ക് സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പ്രകൃതി സംരക്ഷിക്കപ്പെടണം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കടലെന്ന് പറയുന്നത്. കടലിനെക്കുറിച്ച് പഠിക്കാതെ കടൽ സംരക്ഷിക്കാനായിട്ട് പറ്റില്ല. പഠിക്കണമെങ്കിൽ കടലിൻ്റെ അടിയിലേക്ക് തന്നെ പോകണം. അപ്പം അത് സീരിയസ് ആയിട്ട് അത് എടുക്കാതെ അത് പഠിക്കാതെ കടലിൻ്റെ അടിയിൽ പോയാൽ അപകട സാധ്യത വളരെ കൂടുതലുമാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്യൂബ ഡൈവിംഗ് സർട്ടിഫിക്കേഷന് വേണ്ടി തയ്യാറായി. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആ സർട്ടിഫിക്കേഷന് വേണ്ടി എല്ലാ റിക്വയർമെൻറ്റുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 18 മീറ്ററോളം കടലിൻ്റെ അടിയിൽ പോയി അരമണിക്കൂറോളം ടെസ്റ്റിൽ പങ്കെടുത്തു. ഞാൻ വളരെ നല്ല രീതിയിൽ പാസ്സായി എന്നാണ് എൻ്റെ ട്യൂട്ടേഴ്സ് പറയുന്നത്. ഇന്ന് ഞാൻ ഏഷ്യയിലെ ഓപ്പൺ വാട്ടർ സ്ക്യൂബ ഡൈവിംഗ് മേഖലയിലെ ഒരേ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രീസ്റ്റാണ്. എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? അതായത് കടലിനെക്കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറേ നല്ല മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കൊരു വൈദികൻ കൂടെ ഇറങ്ങിച്ചെല്ലുന്നത് എന്തുകൊണ്ടും കരണീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം ഒരു അച്ഛൻ അവരുടെ ഇടയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് മനുഷ്യർ ഇറങ്ങി വരാൻ അത് കാരണമാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യമാണ് എൻ്റെ ഭാവി പരിപാടികളിൽ പവിഴപ്പുറ്റുകൾ നട്ടുവളർത്തുന്ന ആ ഒരു മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കാരണം. തമിഴ്നാട്ടിലുള്ള ഒരു ഡൈവിംഗ് ടീം എന്നെ അതിലേക്ക് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കിടയിൽ അധികം സുപരിചിതമല്ലാത്ത ഒരു മേഖലയാണ് കയാക്കിങ്ങിൻ്റെ മേഖല. കടലുമായും കായലുമായും പ്രകൃതിയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉള്ള ഈ കാര്യങ്ങൾ വളരെ വിശദമായി നമ്മോട് പങ്കുവച്ചത് വരാപ്പുഴ അതിരൂപതയിലെ മുട്ടിനകം അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി ചർച്ച് ഇടവകാംഗവും കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുമായ റവറൻ ഫാദർ റെക്സ് ജോസഫ് അറക്കപ്പറമ്പിൽ അച്ഛനാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പങ്കുവച്ചതിന് അറക്കപ്പറമ്പിൽ അച്ഛ അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാത്തലിക് ചാനലായിട്ടുള്ള ഗുഡ്നസ് ചാനലിൽ ഇത്തരത്തിലുള്ളൊരു സന്ദേശം സഭാമക്കൾക്കിടയിൽ കൈമാറ്റം ചെയ്യാൻ സാധിച്ചാൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വൈദികരും സന്യസ്തരും അൽമായ നേതൃത്വത്തിലുള്ളവരും
യുവജന സംഘടനകളും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജനിച്ചിട്ടില്ലാത്ത തലമുറകളിലെ ആളുകളെ കൂടെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ജാഗ്രത കൈവിടാതിരിക്കുക. കൊറോണ കാലമാണ്. എൻ്റെ ജീവൻ പോലെ തന്നെയാണ് അവരെൻ്റെ ജീവിതവും എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ, പുരോഹിതർ, സന്യസ്തർ എന്നിവർക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിൻ്റെ സുവിശേഷ പ്രഘോഷണവും പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കുവാൻ അവസരമുണ്ട്. വിളിക്കേണ്ട നമ്പർ താഴെ ചേർക്കുന്നു: 8606420099. ഒരിക്കൽ കൂടി പറയാം, 8606420099. അടുത്തയാഴ്ച മറ്റൊരു കാഴ്ചയുമായി നമുക്ക് ഒന്നുചേരാം. അതുവരെ നിങ്ങളെയും എന്നെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.